ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. നിച്ചൂസ് ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 6 മണിക്ക് എങ്ങാനും എണീറ്റിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ അവന് ഉറക്കവും ഇല്ല, ഊണുമില്ല, ഒന്നുമില്ല. നേരത്തെ എണീറ്റ് പോരും കേട്ടോ അവന്. അങ്ങനെ ഞാൻ ഓനെയും കൊണ്ട് കൊലായിലിരിക്കുകയാണ്. ഇന്നലെ നല്ല മഴ പെയ്തിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്കൊക്കെ. അങ്ങനെ നിച്ചൂസിന് അമ്മേൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് വേണം പല്ലെല്ലാം തേച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ചായക്ക് ഇന്ന് ഉപ്പുമാവും പിന്നെ പഴമായിരുന്നു. അപ്പോഴത്തേക്കും താഴത്തു നിന്ന് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു നിച്ചൂസ് എണീറ്റോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, ഓനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ എത്തിയാൽ പിന്നെ നിച്ചൂസ് ഞങ്ങളെ കൂടെ ഒന്നല്ല ഉണ്ടാവും. ഓന് ഫുള്ള് സർക്കിറ്റാണ് കേട്ടോ. ഓനെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഇഷ്ടം പോലും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിതാ അപ്പോൾ നിച്ചൂസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കേട്ടോ. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനിതാ ഹാളും റൂമും എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ കുറച്ച് ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ അതെല്ലാം ചെയ്ത് വീട്ടിൽ വന്ന മടിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും കുറച്ചൊക്കെ ചെയ്യും, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അവിടെ എല്ലാം വൃത്തിയാക്കി. പിന്നെ വാഷ് ബേസിനൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി. പിന്നെ ഏട്ടനും പിന്നെ മിന്നൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഏട്ടൻ പണിക്ക് പോയി. മിന്നു ഏട്ടൻ്റെ വൈഫാണ് കേട്ടോ. ഞാൻ മിന്നു എന്നാണ് വിളിക്കൽ. ഓളും ഞാനും വലിയ ഏജ് ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഓരോന്നുമില്ല, ഞാനും അച്ഛനും അമ്മയും പിന്നെ നിച്ചൂസേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിത് അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിച്ച് വാരിയപ്പോഴത്തേനും നിച്ചൂസ് ഇതാ വന്നിട്ടുണ്ട്. അമ്മ പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. നിച്ചൂസിനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഓനെ കൊണ്ടുപോകുന്നു. നിച്ചൂസിനെ കുളിയും പിന്നെ കുറുക്ക് കൊടുക്കലൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിയാൽ പിന്നെ നിച്ചൂസിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ അങ്ങോട്ട് ഏറ്റെടുത്തോളും. ഞാൻ ഫുള്ള് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ നിച്ചൂസിനെ എണ്ണയെല്ലാം തേച്ച് കിടത്തിയതാണ്. ഹാളിലാണ് കേട്ടോ കിടത്തിയത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ എണ്ണ തേച്ച് കിടന്നു. പിന്നെ കൊലായി നാട്ടോ കുളിപ്പിച്ചത് ബേസണിൽ വെച്ചിട്ട്. മുറ്റത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഓനും കുളിച്ചു, ഞാനും കുളിച്ച് വന്നിട്ടോ. അപ്പോഴത്തേനും നിച്ചൂസ് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഓനെ ഉറക്കി കിടത്തി. പിന്നെ ഞാനവന് മേക്കപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, സുന്ദര കുട്ടപ്പനാക്കണ്ടേ നിച്ചൂസിനെ. അങ്ങനെ ഞാൻ അതിന് പുരികെല്ലാം എഴുതി കൊടുത്തു കേട്ടോ. നല്ല സുന്ദരനാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേനും പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ട്. നല്ല മഴ. മുറ്റം കണ്ടാൽ തന്നെ അറിയാം. ഞങ്ങൾ മുറ്റം മഴ പെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാണ് കേട്ടോ സ്ഥിതി. പിന്നെ അമ്മ കഞ്ഞിയും പിന്നെ മുതിരേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു, അതെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോഴത്തേനും നിച്ചൂസ് ഇതാ നീറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു കുറച്ച് നേരം തുറക്കാൻ നിച്ചുവിന് എന്നും രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് നേരത്തെ ഒരു ഉറക്കമേ അപ്പോഴത്തേനും ഓനിതാ നീറ്റ് കേട്ടോ. പിന്നെ ഓന് കഴിക്കാൻ വേണ്ടിയിട്ട് മുത്താറിയും പിന്നെ ചെറിയ പഴവും കൂടെ കൂട്ടിയിട്ടാണ് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ അമ്മ അതെല്ലാം കൊടുക്കുകയാണ് കേട്ടോ. കിടത്തിയിട്ടാണ് കേട്ടോ അമ്മ കൊടുക്കുന്നത്. പേടിയാണ് തരിപ്പ് പോകുമോ എന്നുള്ളത്. പോയിട്ടൊന്നുമില്ല, മെല്ലനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്തു. പിന്നെ ഞാനും അമ്മയും ചോറ് തിന്നതാണ് കേട്ടോ. ചോറിന് മുതിരപ്പേരും കറി പച്ചക്കറിയും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടായിന്. പിന്നെ നിച്ചൂസിന് ഇന്നലത്തേൻ്റെ ബാക്കി കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിച്ചൂസിന് കൊടുത്തു കേട്ടോ. പിന്നെ നിച്ചൂസിന് ഉറക്കം വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണേ.